നമസ്കാരം, ഞാൻ കാവാല ശശികുമാർ. ഈ സണ്ണി കബിക്കാടിനോട് അദ്ദേഹത്തോട് ചിലത് പറയാനുണ്ട്, ചിലത് ചോദിക്കാനുമുണ്ട്. ആരാണ് അദ്ദേഹം എന്നറിയാമല്ലോ അല്ലേ? അദ്ദേഹത്തോട് ചിലത് ചോദിക്കാനും പറയാനുമുണ്ടെന്ന് തോന്നുമ്പോൾ അത് ഉപദേശമാണെന്ന് കരുതണ്ട. ഉപദേശമല്ല, ചില മുന്നറിയിപ്പുകളാണ്, ജാഗ്രതയ്ക്ക് വേണ്ടിയുള്ള മുന്നറിയിപ്പുകളാണ്. എന്തൊക്കെയായാലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ഒരു കുടുംബത്തിനെ നയിക്കുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹം എക്കാലവും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ഒരു താല്പര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതാണല്ലോ നല്ലത്. സണ്ണി കബിക്കാടെ, താങ്കൾക്ക് തിരൂർ തുഞ്ചൻ പറമ്പിൽ നടത്തിയ ഒരു പ്രസംഗത്തിനിടയിൽ നാവുപിഴ ഉണ്ടായി എന്ന് അങ്ങ് തന്നെ സമ്മതിക്കുകയുണ്ടായി. താങ്കൾ തന്നെ സമ്മതിച്ചത് നന്നായി. സ്വയംബോധം, ആത്മബോധം അതുണ്ടാകാനും ഉണ്ടാക്കാനും പറ്റിയ മണ്ണാണ് ഈ തിരൂരിലെ തുഞ്ചൻ പറമ്പ്. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു കവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണല്ലോ അവിടെ. പക്ഷെ അവിടെ ഇങ്ങനൊരു നാവുപിഴ വന്നത് സ്വന്തം കർമ്മങ്ങളുടെ ഫലം തന്നെയാണ്. ഒപ്പം ചീത്ത പറയാനും ദുർവ്യാഖ്യാനം ചെയ്യാനും ഒക്കെ ആണെങ്കിലും എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ വായിച്ചതിൻ്റെ ഗുണമാണ് എന്നുകൂടി കൂട്ടിക്കോളൂ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയാൻ തോന്നിയത്. കാരണം ഒരു തിരുത്തിൻ്റെ വഴിയിലേക്ക് ഉള്ള ഒരു മാർഗം തുറന്നു കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ലതാണല്ലോ. വാസ്തവത്തിൽ കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരുന്നു താങ്കളുടെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ. ഈ ജോണി എം.എൽ.നെ പോലെ അദ്ദേഹം ഒരു കലാകാരനാണ്, ബുദ്ധിയുള്ളവരെന്ന് പൊതുവെ തോന്നിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാർ പോലും താങ്കളുടെ നാവുപിഴയെ പിന്തുണയ്ക്കുകയോ നാവുപിഴയെ ന്യായീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് വാസ്തവത്തിൽ ഭയമാവുകയാണ്. കാരണം ഇതിനേക്കാൾ കഠിനമായ വിവരക്കേടുകൾ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ പരസ്യമായി പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വളരെ സുരക്ഷിതരായി ഇപ്പോഴും കഴിയുന്നുണ്ട്, പരിക്ക് പറ്റാതെ കഴിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം അവർ പറഞ്ഞത് ഹിന്ദു മതത്തെയും ഹിന്ദു മതവിശ്വാസങ്ങളെയും ഒക്കെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അതേസമയം ഒരു പേര് ഒരു പരീക്ഷാ ചോദ്യ പേപ്പറിൽ വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരു അധ്യാപകന് കൈ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രോഗം വന്ന് നല്ല ചികിത്സ കൊടുക്കുവാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരിയേറെ നഷ്ടപ്പെട്ട ഒരു പ്രൊഫസർ ജോസഫിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. താങ്കളെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നവർ, ഒപ്പം നിൽക്കുന്നവർ, താങ്കളുടെ മിത്രങ്ങൾ എന്ന് കൈയടിക്കുന്നവർ അവരാരും വാസ്തവത്തിൽ മിത്രങ്ങളല്ല, അവരൊക്കെ ശത്രുക്കളാണ്. ആ നാവ് ഇനി കൂടുതൽ പിഴവുകൾ ഉണ്ടാക്കി മറ്റേതെങ്കിലും മതവിഭാഗക്കാരുടെ വിശ്വാസത്തെക്കുറിച്ച് അപരാധം പറയുവാനിടയായാൽ നാവുണ്ടാവണമെന്നില്ല. നാവെന്നല്ല, കഴുത്തിന് മുകളിൽ തല തന്നെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് സണ്ണി കബിക്കാടെ, ഇതൊരു അവസരമാണ്. ഇനി നാവ് പിഴയ്ക്കരുത്, ബുദ്ധി പതറരുത്, ജാഗ്രത വേണം. കാരണം നിങ്ങൾ ഞങ്ങൾക്കിടയിൽ വേണം എന്ന് തന്നെയാണ്, എക്കാലവും ഉണ്ടാവണമെന്ന് തന്നെയാണ്. പക്ഷെ നിലവാരം ഉയരണം. രാമായണത്തിലെ ജാബാലി മുനി എന്നൊരു മുനിയുണ്ട്. ആ കഥാപാത്രത്തെ രാമായണം വായിച്ചപ്പോൾ എപ്പോഴെങ്കിലും സണ്ണി കബിക്കാടിന് മനസ്സിലായിട്ടുണ്ടോ, തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ദശരഥ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ ഉപദേശകരായ 8 പ്രമുഖരിൽ ഒരാളായിരുന്നു ഈ ജാബാലി. ഈ ജാബാലിയുടെ 1000 കാതം അടുത്തെത്തുന്നില്ല ഈ സണ്ണി കബിക്കാടും സുനിൽ പി ഇളയടവും പോലെയുള്ള ഈ സമാനമായ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ. അവരെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും പൗരാണിക കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നടത്തുന്ന വിശ്ലേഷണങ്ങൾ അത് വാസ്തവത്തിൽ അതിനകത്ത് കഴമ്പില്ല. പക്ഷേ ഈ ഏറുപടക്കമാണെങ്കിലും ശബ്ദം ഉണ്ടാക്കുമല്ലോ, ആ ശബ്ദം ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ വലിയ ആളാണെന്നും എനിക്ക് ഒട്ടേറെ പേരുടെ പിന്തുണയുണ്ടെന്നും അവരെല്ലാം എൻ്റെ കൂടെ നിൽക്കുമെന്നും ഒക്കെ തോന്നിയിട്ട് അങ്ങനെ ബഹളം കയറിയിട്ട് ഇതര മതസ്ഥരുടെ വിശ്വാസ പദ്ധതികൾക്കോ വിശ്വാസങ്ങൾക്കോ ഒന്നും നേരെ താങ്കൾ അബദ്ധം ഒരിക്കലും പറയരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാര്യം താങ്കൾ ഞങ്ങളുടെ കൂടെ വേണം, ജാബാലിയെ പോലെ ഉണ്ടാവണമെന്നാണ്. ജാബാലി കടുത്ത നാസ്തികനായിരുന്നു, കടുത്ത യുക്തിവാദിയായിരുന്നു. എന്നിട്ടും ഈ അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഉപദേശകരാണ്. 8 ഉപദേശകരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. പലപ്പോഴും പറഞ്ഞിരുന്നത് ഈ ഭൗതികമായ കാര്യങ്ങൾക്ക്, ആത്മീയമായ കാര്യങ്ങൾക്കൊന്നും വില കൽപ്പിക്കേണ്ടതില്ല, ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രം വില കൽപ്പിച്ചാൽ മതി എന്ന് പറയുകയും ഉപദേശിക്കുകയും വിമർശിക്കുകയും ശ്രീരാമനെ പോലും ഉപദേശിക്കുകയും ചെയ്ത ആളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ജാബാലി ആയില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ ചില യുക്തിഭദ്രമായ വിമർശനങ്ങളെങ്കിലും നടത്തുവാൻ തക്ക തരത്തിൽ താങ്കൾ വളരട്ടെ എന്ന് കൂടിയുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞതൊക്കെ മറ്റൊരു ഭാഗം. ഇനി താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. താങ്കൾ തന്നെ സ്വയം ചില അഭിമുഖങ്ങളിലും
ലേഖനങ്ങളിലും പരാമർശങ്ങളിലും ഒക്കെ നടത്തിയിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ, ചില ആളുകൾ ആക്ഷേപങ്ങളായി ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അക്കാര്യത്തിൽ ഒന്നുകിൽ താങ്കൾ അത് വസ്തുതാപരമായ വിമർശനങ്ങളല്ല എങ്കിൽ താങ്കൾ അതിനെതിരെ നിയമ നടപടിക്ക് പോകണം. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുന്നത്. എതിരാളികൾ പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നത് അങ്ങനെയാണല്ലോ. ഒന്നുകിൽ താങ്കൾ അതിൻ്റെ നിയമ നടപടിക്ക് പോകണം. അതല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ വസ്തുതയുണ്ടെങ്കിൽ അല്ലെ അല്പമെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യണം, വിശദീകരിക്കണം. താങ്കൾ ധാരാളം പ്രസംഗിക്കുന്നുണ്ടല്ലോ, ധാരാളം എഴുതുന്നുണ്ടല്ലോ, ധാരാളം അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ വന്നൊന്ന് വിശദീകരിക്കണം. അങ്ങനെ വിശദീകരിക്കേണ്ട ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം താങ്കളുടെ പേര് സംബന്ധിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉണ്ടായിരിക്കുന്നത് ആ കാര്യത്തിലാണ്. യഥാർത്ഥത്തിൽ താങ്കളുടെ പേര് എന്താണ്? മഹാരാജാസ് കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജിൽ താങ്കൾ പഠിക്കുന്ന കാലത്ത് താങ്കളുടെ പേര് പൈലി എന്നായിരുന്നു എന്ന് ഒരു വെളിപ്പെടുത്തൽ കേട്ടിട്ടുണ്ട്. പിന്നീട് എപ്പോഴാണ് സണ്ണി ആയത്? അതെപ്പോഴാണ് സണ്ണി കബിക്കാടായത്? ആ പേരിലോ സമാനമായ പേരിലോ ഈ കോട്ടയത്തെ കബിക്കാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? താങ്കൾ സണ്ണി മത്തായി ആയിരുന്നു, പിന്നീട് അത് അനിൽ സുകുമാരനായി എന്നും ചില വർത്തമാനങ്ങളുണ്ട്. ഇതിലേതാണ് ശരി? ഇതിലേതെങ്കിലും ശരിയുണ്ടോ? ഇങ്ങനെ പേര് മാറ്റിയിട്ടുണ്ടോ? പേര് മാറ്റിയിരുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് താങ്കൾ ഒന്ന് കൃത്യമായി വിശദീകരിക്കണം. 2, താങ്കളുടെ അച്ഛൻ പേര് മാറിയെന്ന ചില ആക്ഷേപങ്ങളും പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. സുകുമാരൻ എന്നായിരുന്നു പേര്, അത് പിന്നീട് മത്തായി എന്നായി എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു അതിന് കാരണം? അത് വാസ്തവമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരുന്നു അതിന് കാരണം? എന്തായിരുന്നു ഈ പേരുകൾ കൊണ്ടുള്ള കളികൾ നടത്തിയതിൻ്റെ ഉദ്ദേശ്യം? അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന ജാതി സംവരണ ആനുകൂല്യങ്ങൾ അത് നേടിയെടുക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് ചില ആക്ഷേപങ്ങളോ ചില വർത്തമാനങ്ങളോ ഉണ്ട്. അത് ശരിയാണോ? അങ്ങനെയായിരുന്നു? അതിനുവേണ്ടിയായിരുന്നു താങ്കൾ അത് ചെയ്തത്? പിന്നെ താങ്കൾ ഒരു ദലിത് ആക്ടിവിസ്റ്റ് ആണെന്ന് സ്വയം പറയുന്നുണ്ട്. മാത്രമല്ല താങ്കൾ ജനിച്ചത് തന്നെ വലിയ ധനികരുടെ സമ്പത്ത് സമൃദ്ധിയുള്ള ഒരു കുടുംബത്തിലായിരുന്നു. സമ്പത്തിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും മറ്റു വിഭാഗങ്ങളിൽ നിന്ന് തനിക്ക് ബഹുമാനവും ആദരവും ഒക്കെ കിട്ടിയിരുന്ന ആളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേവലം ഒരു ജോലിക്ക് വേണ്ടി താങ്കൾ ഇങ്ങനെ ഈ പേര് മാറുകയും ഒരു ജാതിയോ മതമോ ഒക്കെ മാറുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട മറ്റാളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളല്ലേ താങ്കൾ തട്ടിയെടുത്തത്? അത് ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ആനുകൂല്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ താങ്കൾ തയ്യാറാവേണ്ടതില്ലേ? ഇനി മറ്റൊന്നുണ്ട്. 5ാമത്, ഭരണഘടനാ പ്രകാരം സംവരണ ആനുകൂല്യത്തിന് അർഹതയില്ലാതിരുന്നിട്ടും ആ അർഹത നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് താങ്കൾ നടത്തിയ പരിശ്രമങ്ങൾ, അങ്ങനെയാണ് ആ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ളതെങ്കിൽ ആ ആനുകൂല്യങ്ങൾ ലഭിച്ചത് വാസ്തവത്തിൽ നിയമവിരുദ്ധമല്ലേ? താങ്കൾ ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ, ഒരു ആക്ടിവിസ്റ്റ് ആകുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവർത്തനമല്ലേ അത്? അങ്ങനെ ചെയ്തത് ശരിയായിട്ടുണ്ടോ? ഇനി മറ്റൊന്നുണ്ട്. 6ാമത്തേത്, താങ്കൾ ദലിത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനും പ്രവർത്തിക്കുമ്പോൾ ഒരു മതവിഭാഗത്തിനെ കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് ഈ തരത്തിൽ അടിസ്ഥാനരഹിതമായോ ഉള്ള വിമർശനങ്ങൾ നടത്തുന്നത്? എന്തുകൊണ്ടാണ് ആ കുറിച്ച് മാത്രം ഇത്ര വലിയ ഗവേഷണങ്ങൾ നടത്തുന്നുവെന്ന് അവകാശപ്പെട്ട് അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ അപഹസിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? മതവിശ്വാസങ്ങളെ എതിർക്കുന്നതാണോ വാസ്തവത്തിൽ ഈ സാമൂഹ്യ പരിഷ്കരണം എന്ന് വിചാരിക്കുന്നത്? അങ്ങനെയാണോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനി വേറൊരു രസകരമായ ചോദ്യം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വൈക്കത്തോ മറ്റോ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അത് പരാജയപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലൂടെയാണ് ഈ ദളിത് വിഭാഗത്തിൻ്റെ വിമോചനം നടക്കാൻ പോകുന്നതെന്ന് താങ്കൾ ധരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇടതുപക്ഷ കക്ഷികളും ഈ തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണത്തിനും സാമൂഹ്യ വിമോചനത്തിനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നിരിക്കെ അവരോട് കൂടി ചേർന്ന് എന്തുകൊണ്ടാണ് താങ്കൾ പ്രവർത്തിക്കാത്തത്? ഇങ്ങനെ ആകെ ദുരൂഹമായ ചില കാര്യങ്ങൾ താങ്കളെ ചുറ്റിപ്പറ്റിയുണ്ട്. താങ്കൾ ഈ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ഹൈന്ദവ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ഭാരതീയ സംസ്കാരത്തിലെയും ഒക്കെ ജാതിയെയും മതത്തെയും കുറിച്ചൊക്കെ പറഞ്ഞ് അത് പരസ്യമായി പറയുന്നതോടുകൂടി അത് ഇല്ലാതായി തീരുമെന്നോ അതോടുകൂടി ഒരു പുതിയ മാറ്റം സാമൂഹ്യ പരിഷ്കരണം ഉണ്ടാകുമെന്നോ ഒക്കെ തെറ്റിദ്ധരിച്ച് നടത്തുന്ന വർത്തമാനങ്ങളില്ലേ, ആ വർത്തമാനങ്ങൾക്ക് നടത്തുന്ന സമയത്തിന് ആ മാറ്റി വെച്ചിരിക്കുന്ന സമയം താങ്കൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തുകൂടാ? അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അപ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? താങ്കൾക്ക് യഥാർത്ഥത്തിൽ സാമൂഹ്യ സേവനമാണോ? യഥാർത്ഥത്തിൽ ദലിത് സമുദായത്തിൻ്റെ ക്ഷേമ പ്രവർത്തനമാണോ? അതോ മറ്റേതെങ്കിലും ഉദ്ദേശ്യമാണോ? സ്വയം ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ? എന്താണ് താങ്കളുടെ ഉദ്ദേശ്യം? ആ കാര്യത്തെക്കുറിച്ച് കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞ് സത്യാവസ്ഥയൊന്ന് തുറന്നു പറയുവാനുള്ള മനസ്ഥിതി കാണിക്കേണ്ടതുണ്ട്. താങ്കൾ ഉണ്ടാവണം. താങ്കളെപ്പോലുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ കറക്റ്റീവ് ഫോഴ്സ് ആകുന്നത്. ചിലപ്പോൾ അബദ്ധത്തിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനത്തെ ചില ചിന്തകളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവാം. അവരുടെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ.
ഇത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സാമൂഹികമായ ഗുണകരമാണ് താങ്കളുടെ പ്രവർത്തനമെങ്കിൽ അത് നന്നാവട്ടെ. പക്ഷേ അതിന് ജാഗ്രത ഉണ്ടാവണം, ബോധം കൃത്യമായിട്ടുണ്ടാവണം, ബോധക്കേട് ഉണ്ടാവരുത്, നാവ് പിഴ ഉണ്ടാവരുത്, അബദ്ധങ്ങൾ പറയരുത്. അത് അപകടങ്ങളാകുമ്പോൾ തിരുത്താനുള്ള മനസ്സ് കാണിച്ചു എന്നുള്ളത് വലിയ കാര്യം. പക്ഷേ താങ്കൾ ഇപ്പോഴും പറയുന്നത് നിയമ നടപടികളിലൂടെ ഹൈന്ദവ ശക്തികളുടെ RSSൻ്റെ അവരൊക്കെയാണോ തീരുമാനിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ കാര്യങ്ങളല്ല, അവരുടെ മേഖലയിൽ പ്രവർത്തിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അപഭ്രംശങ്ങൾ ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. അവരെ താങ്കൾ എന്തിനാണ് എതിർക്കുന്നത്? അതിന് പകരം ചെയ്യാവുന്ന കാര്യം ഇതാണ്. അത് ചെയ്യുവാൻ താങ്കൾ തയ്യാറാകുമോ എന്ന് ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തണം. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ സംശയങ്ങളിൽ, പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംശയങ്ങളെക്കുറിച്ചുള്ള ഒരു ദൂരീകരണം കൂടി താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആർജവമുണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ സണ്ണി കബിക്കാടിന് അതിൻ്റെതായ ഒരു വില കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.